പ്രവാസികളെ, ഇത് നിങ്ങൾക്കുള്ള വാർത്തയാണ്. അമേരിക്ക വിരിച്ച അത്യാധുനിക റഡാറുകളെയും ഇന്റലിജൻസിനെയും നോക്കുകുത്തിയാക്കി അറബിക്കടലിന്റെ നടുവിൽ വെച്ച് അമേരിക്കയുടെ വൻ പ്രകൃതിവാതക ടാങ്കർ ഇറാൻ മിസൈൽ അയച്ച് തകർത്തെറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു കാര്യം മാത്രമാണ്. ലോകത്തിന് ഇനി ഒരു സമാധാന കാലമില്ല. ഫെബ്രുവരി 28-ന് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് ഉറക്കെ പ്രഖ്യാപിച്ചു, അറ്റാക്ക് ആരംഭിച്ചു കഴിഞ്ഞു, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ നമ്മൾ തകർക്കും, ടെഹ്റാനിലെ ഭരണകൂടം നിലംപതിക്കും. ലോകം അത് വിശ്വസിച്ചു. പക്ഷേ 4 മാസങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഇറാൻ വീണോ? ഇല്ല. അത് മാത്രമല്ല, യുദ്ധത്തിന്റെ നിയമങ്ങൾ തന്നെ ഇറാൻ തിരുത്തി എഴുതിയിരിക്കുന്നു. ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ച എല്ലാ വെടിനിർത്തലുകളും ചീറ്റിപ്പോയി. ഒടുവിൽ ഇസ്രയേലിനെ പോലും തള്ളിപ്പറഞ്ഞ് ഇറാനുമായി ഒരു രഹസ്യ സമാധാന കരാറിന് ട്രംപ് കൈനീട്ടിയെങ്കിലും ഇറാൻ അത് ചവിട്ടി അരച്ചു. പക്ഷെ കഥ അവിടെയും തീരുന്നില്ല. ഇപ്പൊ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ 2 പുതിയ വൻശക്തികൾ യുദ്ധക്കളത്തിലേക്ക് നേരിട്ട് ചാടി വീണിരിക്കുന്നു. ഒരു വശത്ത് അമേരിക്കൻ വ്യോമസേനയുടെ പിന്തുണയോടെ സൗദി അറേബ്യ ഇറാഖിലേക്ക് വ്യോമാക്രമണം നടത്തി ഇറാൻ അനുകൂല സേനയെ കൂട്ടക്കൊല ചെയ്യുന്നു. മറുവശത്ത് ട്രംപിന്റെ കണ്ണ് തള്ളിച്ചുകൊണ്ട് ചൈന ഇറാന് 400-ലധികം അത്യാധുനിക റോക്കറ്റ് ലോഞ്ചറുകളും മിസൈലുകളും പരസ്യമായി കൈമാറുന്നു. ഇതൊരു ചെറിയ പ്രാദേശിക സംഘർഷമല്ല. നമ്മൾ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഗൾഫിലുള്ള ലക്ഷക്കണക്കിന് മലയാളികളെ ബാധിക്കാൻ പോകുന്ന 3ാം ലോക മഹായുദ്ധത്തിന്റെ കൗണ്ട് ഡൗൺ ആണ്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഭവിക്കുന്ന വിപ്ലവം മനസ്സിലാക്കണമെങ്കിൽ ഫെബ്രുവരി 28-ലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്നാണ് ഇറാനെതിരെയുള്ള ആക്രമണം പ്രഖ്യാപിച്ചത്. ആദ്യ ദിനത്തിൽ തന്നെ ഇറാന്റെ സുപ്രീം ലീഡറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരും 40ഓളം ഉയർന്ന സൈനിക മേധാവികളും എല്ലാം കൊല്ലപ്പെട്ടു. ടെഹ്റാൻ ഒറ്റ രാത്രി കൊണ്ട് അനാഥമായി എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ ആഘോഷിച്ചു. പക്ഷെ പിന്നീട് സംഭവിച്ചതാണ് ചരിത്രം. 1ാം ഘട്ടത്തിലെ ആഘാതത്തിൽ നിന്ന് ഇറാൻ നിമിഷ നേരം കൊണ്ട് കരകയറി. ഇറാന്റെ പരമ്പരാഗത തന്ത്രങ്ങൾക്ക് പകരം അമേരിക്കൻ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന അയൽ രാജ്യങ്ങളെ അവർ ലക്ഷ്യമിട്ടു. അമേരിക്ക പല ഘട്ടങ്ങളിലും താൽക്കാലികമായി യുദ്ധം നിർത്താൻ ശ്രമിച്ചു. എന്നാൽ ഇറാന്റെ ഒരൊറ്റ ഉപാധി മാത്രമായിരുന്നു മുന്നിൽ. തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഒരു അമേരിക്കൻ സൈനികനെങ്കിലും ജീവനോടെ പുറത്തു പോകാതെ സമാധാനമില്ല. ഒടുവിൽ സമാധാനത്തിനായി ഇസ്രയേലിന്റെ സമ്മതം പോലും ചോദിക്കാതെ ട്രംപ് ഇറാനുമായി കരാറുണ്ടാക്കാൻ നോക്കി. എന്നാൽ ലെബനനിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുകയും കരാർ നിലവിൽ വന്ന അതേ ദിവസം ആക്രമണം നടത്തുകയും ചെയ്തതോടെ ട്രംപിന്റെ നയതന്ത്ര നാടകങ്ങളെല്ലാം തവിട്ടുപൊടിയായി പോയി. യുദ്ധത്തിന്റെ യഥാർത്ഥ ദുരന്തം കിടക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാര പാതകളിലാണ്. ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 20% കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് അതിപ്പോ പൂർണ്ണമായും ഇറാൻ ഉപരോധിച്ചിരിക്കുകയാണ്. ഈ വഴിയിലൂടെ പോകുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളെ ഇറാൻ ആക്രമിക്കുന്നു. പകരം ഇറാൻ കപ്പലുകളെ അമേരിക്കയും ആക്രമിക്കുന്നു. ഈ മാസം തുടക്കത്തിൽ മാത്രം തുടർച്ചയായ 13 ദിവസമാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇവിടെ ബോംബെറിഞ്ഞത്. പക്ഷേ ഇറാൻ തിരിച്ചടിച്ചത് എവിടെയാണെന്നറിയോ? അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ഈജിപ്തിന്റെ തുറമുഖത്ത് വെച്ച് അമേരിക്കയുടെ കൂറ്റൻ LNG ടാങ്കർ കപ്പൽ ഇറാൻ അറ്റാക്ക് ചെയ്ത് തകർത്തു. ജോർദാനിലെ അമേരിക്കൻ മിലിറ്ററി ബേസിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കൻ സൈന്യത്തിന് വൻ നാശനഷ്ടം ഉണ്ടായി. ഇന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയോ ചെങ്കടലിലൂടെയോ ഒരു കപ്പലിന് പോവുക സാധ്യമല്ല. യമനിലെ ഹൂതികൾ ചെങ്കടലിൽ അമേരിക്കൻ നാവികസേനയെ വിറപ്പിക്കുന്നു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വൻതോതിലുള്ള ഇന്ധനക്ഷാമത്തിനും വിലക്കയറ്റത്തിനും വഴിവെക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റവും വലിയ സംഭവവികാസം സൗദി അറേബ്യയുടെ യുദ്ധപ്രവേശനമാണ്. ഇത്രയും നാൾ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നിഷ്പക്ഷത പാലിക്കാൻ നോക്കിയ സൗദി അറേബ്യ അമേരിക്കൻ വ്യോമസേനയുടെ സഹായത്തോടെ ഇറാഖിലേക്ക് കടന്നു കയറി അതിരൂക്ഷമായ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തി. ഇറാൻ പിന്തുണയ്ക്കുന്ന ഇറാഖിലെ അർദ്ധസൈനിക വിഭാഗങ്ങൾക്ക് അവർക്ക് നേരെയായിരുന്നു ഈ ആക്രമണം. ആക്രമണത്തിൽ 20ഓളം ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തൽക്ഷണമാണ് കൊല്ലപ്പെട്ടത്. 37ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതോടെ ഇറാഖ് പ്രകോപിതരായി. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ സൗദിയും അമേരിക്കയും നടത്തിയ കടന്നുകയറ്റമാണിതെന്നും ഇതിന് തിരിച്ചടി നൽകുമെന്നും ഇറാഖ് പ്രഖ്യാപിച്ചു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇറാഖ് പ്രധാനമന്ത്രിയും തമ്മിൽ നടത്താനിരുന്ന ഉച്ചകോടി ഇതോടെ റദ്ദാക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് സൗദി ഇങ്ങനൊരു നീക്കം നടത്തിയത്? ലെബനനിൽ ഹിസ്ബുള്ള വളർന്നതുപോലെ സ്വന്തം അതിർത്തിയായി ഇറാഖിലും ഇറാന്റെ കളിപ്പാവകൾ വളരുന്നത് സൗദിയുടെ സുരക്ഷയ്ക്ക് തീർച്ചയായും ഭീഷണിയാണല്ലോ. അതുകൊണ്ടാണ് അമേരിക്കയുടെ പിന്തുണയോടെ സൗദി ഇറാഖിൽ ബോംബിട്ടത്. ഇതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമി ഇറാഖ്
ഇറാഖിലേക്കും വ്യാപിച്ചിരിക്കുന്നു. സൗദി അമേരിക്കയ്ക്കൊപ്പം ചേർന്നപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചൈന നേരിട്ട് ഇറാന്റെ രക്ഷകനായി കളത്തിലിറങ്ങി. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ചൈന ഇറാന് 400-ലധികം ഭയാനകമായ റോക്കറ്റ് ലോഞ്ചറുകളും ഗൈഡ്സ് മിസൈലുകളും കൈമാറിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് ട്രംപിന് ലഭിച്ച ഏറ്റവും വലിയ പ്രഹരമാണ്. ചൈനയും റഷ്യയും നിഴൽ പോലെ ഇറാന് പിന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ 4 മാസമായിട്ടും ഇറാൻ തൊടാൻ പോലും കഴിയാത്തത്. ചൈന ഇറാന് ആയുധം നൽകുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തും. ഇങ്ങനെ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ചൈന ഒന്നും കണക്കിലെടുക്കുന്നില്ല. കാരണം ചൈനയ്ക്ക് ഇനി വേറെ ആരുടെയും ആവശ്യം വേണ്ട. തങ്ങളുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായ ഇറാനെ സംരക്ഷിക്കേണ്ട ചൈനയുടെ ആവശ്യമാണ്. ചൈന ഇറാനൊപ്പം പരസ്യമായി നിലയുറപ്പിച്ചതോടെ ഈ യുദ്ധം അമേരിക്കയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു സൂപ്പർ പവർ പോരാട്ടമായി മാറിക്കഴിഞ്ഞു. ഈ വൻ ശക്തികളുടെ പോരാട്ടത്തിനിടയിൽ അവിടെ പെട്ടുപോയ ഗൾഫ് രാജ്യങ്ങളുടെയും അവിടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെയും അവസ്ഥ എന്താണ്? ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾ ഏത് നിമിഷവും ഒരു മിസൈൽ പതിക്കാം എന്ന ഭീതിയിലാണ് കഴിയുന്നത്. യമൻ പ്രസിഡന്റ് ഇറാനിലെത്തി യുദ്ധം നിർത്താൻ ചർച്ച നടത്തിയെങ്കിലും ഹോർമൂസ് കടലിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്നും വലിയ തുക ഫീസ് വേണമെന്ന് ഇറാന്റെ വാശി കാരണം ആ ചർച്ചകളും പരാജയപ്പെട്ടു. എന്നാൽ ഒരു ചെറിയ ആശ്വാസം എന്താണെന്നാൽ UAE-യുമായി രാഷ്ട്രീയപരമായ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും ദുബായിലേക്കും അബുദാബിയിലേക്കും സർവീസ് നടത്തുന്ന എമിറേറ്റ്സ്, എത്തിഹാദ് വിമാനങ്ങൾക്ക് ഇറാൻ തങ്ങളുടെ വ്യോമപാത തുറന്നു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ യാത്രാ സൗകര്യങ്ങൾ തടസ്സപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ നിഷ്പക്ഷത എത്ര നാൾ നിലനിൽക്കും എന്ന് ആർക്കും പറയാനുമാകില്ല. അപ്പോഴോ കാര്യങ്ങൾ വ്യക്തമാണ്. ഫെബ്രുവരിയിൽ ഡൊണാൾഡ് ട്രംപ് കൊളുത്തിവിട്ട ആ ഒരു തീപ്പൊരി ഇന്ന് ലോകത്തെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു. ഇറാനെ തകർക്കാൻ ഇറങ്ങിയ അമേരിക്കയ്ക്ക് മുന്നിൽ ചൈനയുടെയും റഷ്യയുടെയും തണലിൽ ഇറാൻ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. സൗദിയുടെ പ്രവേശനത്തോട് ഇറാഖും യുദ്ധഭൂമിയാകുന്നു. അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ നിന്ന് ഇനി ഒരു തിരിച്ചുവരവുണ്ടോ? അതോ പശ്ചിമേഷ്യൻ മണ്ണിൽ അമേരിക്കൻ ആധിപത്യം അസ്തമിക്കുകയാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വിശകലനങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.